നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. മഴ ചെറുതായിട്ട് ചാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ്ഗ് പപ്സ് റോളാണ് ഉണ്ടാക്കുന്നത്. റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കിട്ട് സമയം കളയാൻ തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. പെട്ടെന്ന് മഴ വന്ന് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മേപ്പിൾ ട്രീയുടെ അടുത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷേ ഇലയ്ക്കും ഒരുവിധം കുറച്ചും കൂടി നല്ല കളറൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല വലുതായിട്ട് വരുന്നുണ്ട്. വെള്ളം മഴ നന്നായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കിട്ട് സമയം കളയാൻ തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി മൈദപ്പൊടിയും പകുതി ഗോതമ്പ് പൊടിയായിട്ട് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പക്ഷേ മൈദപ്പൊടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ നിങ്ങൾ ഇത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. ഇത് 3 കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചിട്ടെടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. സാധാരണ വെള്ളം. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 1 കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് ആവശ്യം ഉണ്ടാവും കേട്ടോ. നമ്മൾ 2 കപ്പ് പൊടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലാണ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. മെഷീൻ കപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ അളവെടുക്കുകയാണ്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടാവുക. ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാം. അപ്പോൾ ആ സമയം വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 750 ഗ്രാം ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഉരുളൻകിഴങ്ങ് നമുക്ക് കൈ കൊണ്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ. അതിന് നിങ്ങൾക്ക് ഉടച്ചെടുക്കണതിന് പകരം ഗ്രേറ്റർമ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഉടച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. ഒരു സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയുടെ ഒരു പകുതി മതി നമുക്ക്. ഇത് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് വലിയ ടൈപ്പ് പച്ചമുളക്. ഇതിന് എരിവ് വളരെ കുറവാട്ടെ. ഇനി നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടിയിട്ട് ചേർക്കാം. എല്ലാ സാധനവും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. ക്യാപ്സിക്കം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കാം. ഈ കുറച്ച് ചെറിയ ജീരകവും കൂടിയിട്ട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മളിതിലേക്ക് പച്ചമുളകും പിന്നെ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർക്കാം. ഗരം മസാല നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലേക്ക് പകരം കറിവേപ്പില ചേർക്കാം. മല്ലിയിലേക്ക് കുറച്ച് കൂടുതൽ ചേർത്തോട്ടെ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഗരം മസാലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്. 2 സവോളയും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സവോളയുടെ പകുതി നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സിങ്ങിലേക്ക് ചേർത്തല്ലോ. ഇനി ഇത് നല്ല കനം കുറച്ചിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ആയിരുന്നാലും ഒന്നല്ലെങ്കിൽ ചതച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ
ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, നമ്മൾ എടുത്തിരുന്ന പച്ചമുളകിൻ്റെ പകുതി ഉണ്ടല്ലോ അത് ചേർക്കും. ഇത് തീരെ എരിവില്ലാത്ത മുളക് കേട്ടോ. അപ്പോൾ ആ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ചേർക്കുക. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അതേപോലെ നമ്മുടെ സവോളയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ആയിരുന്നാലും നന്നായിട്ട് മൊരിയണം കേട്ടോ, അല്ലെങ്കിൽ ആ മല്ലിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാവരും മൊരിഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള ഓയിലും ഇതിനകത്ത് ഉണ്ടാവണം കേട്ടോ. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് അധികം അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല, തീരെ എരിവുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സാധാരണ മുളക് പൊടി ചേർക്കാം. അതിപ്പോൾ ഏത് മുളക് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ചേർത്തോ, ഒരു പുളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റിയെടുത്തതും പിന്നെ ഞാനിവിടെ പുഴുങ്ങിയെടുത്തേക്കണ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട വയ്ക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് മുട്ട വയ്ക്കരുത് കേട്ടോ, മുട്ട പകുതിയായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതവിടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിങ് എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയ്ക്ക് വലുപ്പത്തിലുള്ള ഒരു ഉരുള. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മുട്ടയും വെക്കണം. പിന്നെ നമ്മുടെ സവോളയുടെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, മസാല റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് വെക്കണം. ഫസ്റ്റ് ഇങ്ങനെ ഉരുളയാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്താം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ സവോള ഉണ്ടല്ലോ, സവോള വഴറ്റിയത് അത് വയ്ക്കാം. മുട്ടയുടെ ഒരു പകുതി ഇതേപോലെ ഇങ്ങനെ കമത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ടെടുക്കാം. ഈ അടിയിലേക്ക് ചിലപ്പോൾ കുറച്ച് കനത്തിലിരിക്കുന്നുണ്ടാവും. അത് ഇതേപോലെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കവർ ആയിക്കോളും. അങ്ങനെ കവർ ആണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതിൽ നിന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാം. നമ്മൾ എക്സ്ട്രാ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഉള്ളത് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉരുട്ടി ഇതേപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. റൗണ്ട് തന്നെ ഉള്ള ഷേപ്പ് വേണ്ട, ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഉള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കണ നമ്മുടെ മാവുണ്ടല്ലോ, ഈ മാവ് എടുക്കുക. ഇതിൽ നിന്ന് പകുതിയായിട്ട് കട്ട് ചെയ്യുക, 2 പീസായിട്ട്. ഇതൊന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. നോക്കിക്കേ, ഇപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി വെതറിയിട്ട് ഇത് എന്തോരം കനം കുറച്ചിട്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റണോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് പരത്തിയേക്കുന്നത്. നമ്മളിങ്ങനെ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ കൈ ഇതിൻ്റെ അടി കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്ക് എന്തോരം കനം കുറച്ചിട്ട് പരത്തണം അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. ഇനി ഇത് ഒരു 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടിടുക. ഇപ്പോൾ
അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് എല്ലാ സൈഡും ഇത്രയ്ക്ക് നല്ല കറക്റ്റ് അത്രയ്ക്ക് തന്നെ ഷേപ്പ് വേണമെന്ന് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ ഇത് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് എല്ലാവരും ഒരേ വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ പോണതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടറോ നെയ്യോ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്താലും മതി. പക്ഷേ ബട്ടറോ നെയ്യായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ഓരോ ലെയറും നന്നായിട്ട് മുരിഞ്ഞ് വരും. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകും. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തോട്ടെ. ഒന്ന് 2-3 ഫോൾഡിങ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അതായിട്ട് ഫോൾഡ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ലെയർ കിട്ടുകയും ചെയ്യും. പിന്നെ അടിയിൽ പൊടിയിടുന്ന കാര്യം മറക്കരുത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിച്ചിരിക്കും കേട്ടോ. എൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ലെയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബട്ടർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതാ നോക്കിക്കേ. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് 7 എണ്ണമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ ബോള് നമുക്ക് 10 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് കുറച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് ഈ ബോള് കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റെഡി ആക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്രീസറിൽ എടുത്ത് വെച്ചാലും ഇത് ഒരു 3 ആഴ്ച വരെയൊക്കെ ഇത് കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. പിന്നെ നിങ്ങളത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇത് ഒരുപാട് അങ്ങോട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ കൂടുതലിങ്ങനെ പുറത്തേക്ക് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നിൽക്കുന്നത് നമ്മൾ ഓയിലിടുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നോക്കിക്കേ. ഇപ്പം നമ്മളെല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. മഴയത്ത് ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. നല്ല മണാക്കി വരുന്നുണ്ട്. ഇതാ കഴിച്ചോട്ടെ, കഴിച്ച് നോക്കിയിട്ട് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ആ മുട്ടയും കൂടി അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം.
എന്താ പറയുക, ശരിക്കും നമ്മൾ പപ്സ് ഉണ്ടാക്കണ പോലെ അത്രയ്ക്കും പാടൊന്നുമില്ല. ശരിക്കും ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് ഇടുക. കുട്ടികളൊക്കെ എന്നാലും സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത് എഗ്ഗ് പപ്സ് റോൾ എന്നാണ് ഞാൻ പേരിട്ടത്. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും നല്ല രസമാണ്.